ഒരാത്മാർത്ഥത ഇല്ലാത്തവരാ നിന്റെ അച്ഛനും അമ്മയും. രണ്ടിനെയും കൂടെ അന്യനാട്ടിൽ കൊണ്ട് കളഞ്ഞിട്ടൊക്കെ പോയില്ലേ? അവർക്കേ ഒരു മോളല്ല, വേറെ ഉണ്ട് കുട്ടികള്. ഓ, സാറിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കില്ലല്ലോ. നീ എന്നെ ഉത്തരം മുട്ടിച്ച് കളഞ്ഞല്ലോ. അങ്ങനെ അങ്ങ് ഗമയടിക്കണ്ട. അവരെ കുറച്ചുകൂടെ വിശാല മനസ്കര. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 5-6 മാസം ആയുള്ളെന്നും ഇപ്പൊ തനിച്ച് താമസിക്കേണ്ട സമയമാണെന്നൊക്കെ അവർക്കറിയാം. ഞങ്ങൾ പാവങ്ങളാണേ, അത്രയ്ക്ക് വിശാല മനസ്കരൊന്നുമല്ല. നേരം എടുത്തോട്ടെ, എഴുതി അറിയിച്ചേക്കാം മരുമകന്റെ ആക്ഷേപം. അയ്യോ പെണ്ണെ, ചതിക്കല്ലേ. ആ എക്സ് മിലിറ്ററി വന്ന് ഇടിച്ചെന്നെ സൂപ്പാക്കി കളയും. അപ്പോ അമ്മയച്ചന് പേടിയുണ്ട്. പിന്നെ ആ പുറത്ത് കിടക്കുന്നൊക്കെ കിടന്നുറങ്ങാം. ഇനിയും കിടക്കുന്ന സാധനങ്ങള് അതൊക്കെ നേരം എടുത്തിട്ട് വെറുക്കിടാം. ഞാൻ പോയി കഥ അടച്ചിട്ട് വരാം. വീട് ചെറുതായി പോയോ? നമുക്കിത് ധാരാളം. അല്ല, നീ വലിയ മാളികയിലൊക്കെ ജനിച്ചു വളർന്നല്ലേ? ഭയങ്കര ബഹളല്ലേ? ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. വേണ്ടെന്ന് വന്ന ഉടനെ തന്നെ. ഞാൻ അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരനാ. ശബ്ദം അല്പം കുറച്ചാൽ ബാക്കിയുള്ളവർക്കും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. സാറാരാ? സ്ഥലം എസ് ഐ ആണോ? അല്ലടാ, ഡിസ്ട്രിക്ട് കളക്ടറാ. തന്തയുടെ കല്യാണത്തിന് പായസം വിളമ്പിയന്മാര് ഇവന്മാരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശിവ, സാറാരാ? സ്ഥലം എസ് ഐ ആണോ? അല്ലടാ, ഡിസ്ട്രിക്ട് കളക്ടറാ. നമസ്കാരം. ബൈക്ക് സ്റ്റാർട്ട് ആകുന്നില്ല അല്ലേ? ഒന്ന് നോക്കട്ടെ. അണ്ണാ, സീറ്റിന്റെ കുഴപ്പമൊന്നുമില്ല. പറഞ്ഞ പോലെ ഞാനെന്തിനാ സീലിട്ട് അടിക്കുന്നത്? ഈ ബൈക്ക് എനിക്ക് അത്ര പിടുത്തമില്ല. ബസ്സായിരുന്നെങ്കിൽ കണ്ടക്ടറാ. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് നോക്ക്.
താങ്ക്സ്. സാർ, ഇന്നലെ ഞങ്ങൾ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. ശമ്പളം കിട്ടിയത് സന്തോഷമായിരുന്നു. ക്ഷമിക്കല്ലേ? അതൊന്നും സാരില്ല. പറ്റേ. നമസ്കാരം. ഞങ്ങള് എതിര് വീട്ടിൽ താമസിക്കുന്നവരാ. ചേച്ചി, പിന്നെ ചേച്ചിയുടെ നാട് എവിടെയാ? പോലീസ്. ഒന്നുമില്ല, വരട്ടെ. ഇപ്പൊ കാണായിരുന്നു, ഞങ്ങളെ ഒന്ന് മണിയടിച്ചോണ്ടാ തടിയൂരി പോകുന്നത്. ഇതാ പറയുന്നത് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ആലോചിക്കണമെന്ന്. ആണുങ്ങളായ നട്ടല് വേണമെന്ന് പറയും. നട്ടല് എല്ലാവർക്കും കാണും, പക്ഷെ അത് വളയ്ക്കരുത്. എനിക്ക് ഈ പോലീസിനെയും പട്ടാളത്തിനെയും ഒന്നും പേടിയില്ല. അതിലും സ്ട്രോങ് പാർട്ടി നമ്മുടെ കയ്യിലുണ്ട്. എടാ വിനു, ഞാൻ ചമ്മി. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. നീ ചമ്മിയോ? എന്നാണ് തോളോട്ട് കയറിയിരുന്നു. എന്തിനാ കുട്ടി ഇങ്ങനെ ഒളിച്ചു നിന്നത്? പേടിച്ചുപോയി. ഇങ്ങനെയാണോ ആദ്യമായിട്ട് ഒരു വീട്ടിൽ വരുന്നത്? ദേ, ഇത് കണ്ടോ? ഇങ്ങനെ ഒളിച്ചും പതുങ്ങി നടക്കുന്നവരെ പിടിക്കുന്ന ആളാ. ഇനി ഇങ്ങനെ വരുവോ? ഞങ്ങള് ഒളിച്ചു കളിച്ചതാ. കുട്ടി കരയണ്ട, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. പേരെന്താ? പൊടി. എടി ഭയങ്കരി. മുത്തശ്ശി, അമ്മ വാ, ഗുട്ടുമോൾ പോന്നു. ഇന്ദു, ഛെ, ഒരു പഞ്ചായത്ത് ഇല്ലാത്ത പെണ്ണ്. അറ്റ്ലീസ്റ്റ് സ്കൂളിലെങ്കിലും ടൈമിന് പോണ്ടേ. അഭിനയം നന്നായിട്ടുണ്ട്, പക്ഷെ മൂന്ത കൊള്ളില്ല. ഇത് കൂടെ കഴിക്കുമോ? എനിക്ക് വേണ്ട. കൈ കഴുകണ്ടേ? ഫ്രോക്ക് തുടച്ചോ? വേണ്ട കുട്ടി. പിന്നെ കൂട്ടുമ്പോൾ അങ്ങനെ പറഞ്ഞത്? അവള് ചുമ്മാ പറഞ്ഞതല്ലേ. ദാ വെള്ളം. കൈ കഴിക്കും. മതി. മുത്തശ്ശി, തുടച്ചോ. മോളെ, ഇതും മറന്നോ? താങ്ക് യു. ശങ്കര, ബാങ്കിലൊന്ന് പോണം. മടങ്ങി വരുമ്പോ പോസ്റ്റ് ഓഫീസിൽ കയറി പരമേശ്വരന്റെയും ഭാരതയുടെ എഴുത്തുണ്ടോന്ന് നോക്കണം. ടൗണിൽ പോകുമ്പോ കുട്ടികൾക്ക് 2 ബ്ലാക്ക് ഷൂ. അല്ലെങ്കിൽ വേണ്ട, നീ വാങ്ങിയാ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ വാങ്ങിച്ചോളാം. അതന്നെ നല്ലത്. അല്ല, രണ്ടും കൂടി എന്നെ പിച്ച് ചെയ്യുന്നു.